ഹലോ ഫ്രണ്ട്സ്, സീമാസ് കിച്ചൺ കൾച്ചേഴ്സിൻ്റെ ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു ഔഷധക്കഞ്ഞി തയ്യാറാക്കാം. കർക്കിടക മാസമൊക്കെ ആണല്ലോ, അപ്പോൾ നമ്മൾ ഈ മാസത്തിലാണല്ലോ കൂടുതലും മരുന്ന് കഞ്ഞിയൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാനൊരു പാത്രത്തിലേക്ക് ആദ്യം ഇടുന്നത് ഞവര അരിയാണ്. ഞവര അരി ഒരു 2 സ്പൂണോളം എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ഞവര അരി ഇട്ട് കൊടുക്കുന്നു. ഇനി ഇതിലേക്ക് ആശാളയാണ് ഉപയോഗിക്കുന്നത്. ആശാളി നമ്മൾ 1 സ്പൂൺ ഓളം എടുത്തിട്ടുണ്ട്. അപ്പോൾ 2 സ്പൂൺ ഞവരയരിക്ക് 1 സ്പൂൺ ആശാളി, 1 സ്പൂൺ മുതിര. മുതിര നമ്മൾ ഈ തണുപ്പ് സമയത്തൊക്കെ കഴിക്കാൻ നല്ലതാണ്, ശരീരം ചൂടാവാനും ഒക്കെ. പിന്നെ നമ്മൾ ഒരു 2 സ്പൂൺ പയർ, 1 സ്പൂൺ ഉലുവ. ഇത്രയും സാധനങ്ങളാണ് എടുത്തിരിക്കുന്നത്. ഇത് നന്നായിട്ട് കഴുകി നമ്മൾ വെള്ളം ഒഴിച്ച് കുതിരാനായിട്ടിട്ട് വെക്കുകയാണ്. ഞാൻ രാവിലെയാണ് കുതിരാനായിട്ടിട്ട് വെച്ചത്, എന്നിട്ട് രാത്രിയിലത്തേക്കുള്ള കഞ്ഞിക്കുള്ളതായിരുന്നു. അപ്പം നമ്മൾ രാത്രിയിൽ ഇത് കഞ്ഞി വെക്കാനായിട്ട് എടുക്കുകയാണ്. ഒരു 7-8 മണിക്കൂർ ഇത് വെക്കണം കുതിരാനായിട്ട്. അപ്പം നമുക്ക് ഇനി ഇത് കഴുകി ഒരു മൺകലത്തിലേക്കിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. നമുക്ക് കുക്കറിലിട്ട് വേവിച്ചാലും മതി. ഒരു 2-3 വിസിലടിച്ചാൽ ഇത് വെന്ത് കിട്ടും. അപ്പോഴത്തേക്കും ഈ സാധനങ്ങളൊക്കെ നമുക്ക് അങ്ങാടിക്കടയിൽ നിന്ന് വാങ്ങിച്ചതാണ്, ഞാൻ അവിടെ കിട്ടും ഇതെല്ലാം. പിന്നെ നമ്മൾ സൂപ്പർ മാർക്കറ്റുകളിലും വെച്ചിട്ടുണ്ട്, പാക്കറ്റുകളാക്കി. മരുന്ന് കഞ്ഞിയുടെ കൂട്ടെന്നും പറഞ്ഞ് ഇതെല്ലാമായിട്ട് ഒന്നിച്ചും വാങ്ങിക്കാൻ കിട്ടും. ഇനി ഇതിലേക്ക് മധുരത്തിന് ഞാൻ പനങ്കൽക്കണ്ടമാണ് ചേർക്കുന്നത്. കരിപ്പട്ടിയോ ശർക്കരയോ മധുരം വേണ്ടവർക്ക് ചേർക്കാം, ഷുഗറുകാർക്ക് മധുരമില്ലാതെയും കഴിക്കാം. നമ്മൾ ഈ മുതിരയൊക്കെ നല്ല ശരീരത്തിന് നല്ല ശക്തി കിട്ടും, ചൂടാണ് തണുപ്പിന്. പിന്നെ ഞവരരി, ആശാളി ഇതൊക്കെ നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതാണ്. പിന്നെ ഉപ്പിന് വേണ്ടിയിട്ട് ഞാൻ ഇന്ദുപ്പാണ് ചേർത്തത്, ഒരു 1/2 സ്പൂൺ ഇന്ദുപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തേങ്ങയാണ് ചേർക്കുന്നത്. ഒരു 1/2 മുറി തേങ്ങ നന്നായിട്ട് അരച്ച് 1 സ്പൂൺ ജീരകവും കൂടെ ചേർത്ത് അരച്ച് ഞാൻ ഇതിലേക്ക് അങ്ങ് ഒഴിച്ചത്. തേങ്ങാപ്പാലായിട്ട് വേണമെങ്കിലും ചേർക്കാം, പക്ഷേ തേങ്ങ നല്ല ഫൈനായിട്ട് അരച്ച് ജീരകവും കൂടെ ചേർത്ത് ഇതിലേക്ക് അങ്ങ് ചേർത്തു. എന്നിട്ട് കഞ്ഞി ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മളൊരു 2 സ്പൂണോളം നെയ്യ് ഒഴിച്ചിട്ട് ഒരു പിടി ചെറിയ ഉള്ളി മൂപ്പിച്ച് നമ്മൾ ഇതിലേക്ക് ഇടുകയാണ്. നല്ല സ്വാദാണ് അന്നേരം കഞ്ഞിക്ക്. ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നെയ്യ് മാത്രം ഒഴിച്ചും കുടിക്കാം. അപ്പോൾ ഉള്ളി നന്നായിട്ടൊന്ന് മൂപ്പിച്ച് വേണം നമ്മൾ ഇതിലേക്ക് ഒഴിക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ ഉള്ളി നല്ല ബ്രൗൺ നിറമായിട്ടുണ്ട്. ഇനി നമുക്കിത് കഞ്ഞിയിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇന്ദുപ്പ് ഇല്ലെങ്കിൽ നമുക്ക് വീട്ടിലെ സാധാ ഉപ്പ് ചേർത്താലും മതി. കഞ്ഞിക്ക് മധുരം നിർബന്ധമില്ല, വേണ്ടുന്നവർക്ക് ഒഴിച്ചാൽ മതി. അല്ലെങ്കിൽ തന്നെ ഈ കഞ്ഞിക്ക് നല്ല രുചിയാണ്. ഞവരയരിയൊക്കെ ഒരുപാട് ഔഷധ ഗുണമുള്ളതാണ്. ആശാളി പണ്ട് നമ്മൾ പ്രഗ്നൻ്റ് ആവുന്നവർക്കൊക്കെ സുഖപ്രസവത്തിന് വേണ്ടിയിട്ട് ആശാളി കഞ്ഞി വെച്ചൊക്കെ കുടിക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സ്വാദിഷ്ടമായ മരുന്ന് കഞ്ഞി ഇവിടെ റെഡി ആയിട്ടിരിക്കുന്നു. നമ്മളൊരു 8 മണിക്കൂർ ഇതെല്ലാം കൂടെ ഒന്ന് കുതിർത്തതിന് ശേഷം നമ്മൾ കുക്കറിലിട്ട് 2-3 വിസിലടിച്ചിട്ട് അതിൻ്റെ ആവി പോയി കഴിഞ്ഞെടുത്താലും മതി. പക്ഷേ മംഗലത്തിലൊക്കെ വേവിക്കുമ്പോഴാണ് ഒന്നുകൂടെ ഗുണം കഞ്ഞിക്ക്. അതുകൊണ്ടാണ് ഞാൻ മംഗലത്തിൽ വേവിച്ചത്. നല്ല മണമാണ്, നെയ്യും ചെറിയ ഉള്ളിയും കൂടെ മൂപ്പിച്ചിട്ടതുകൊണ്ട് കേട്ടോ. നല്ല ടേസ്റ്റുമാണ് കുടിക്കാൻ. അപ്പം രാത്രി ഒരു 5 ദിവസമൊക്കെ അടുപ്പിച്ച് ഇത് കുടിക്കുന്നത് നല്ലതാണ് ഈ കർക്കിടകത്തിൽ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കല്ലേ. താങ്ക്